രാജ്യം ഉറ്റുനോക്കിയിരുന്ന വിധി പ്രസ്താവം ഇന്നുണ്ടാകുന്നില്ല. പാരീസ് ഒളിമ്പിക്സിൽ 100 ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിൽ ഒളിമ്പിക്സ് ഗുസ്തി മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ഇന്ത്യയുടെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ ആണ് വിധി പ്രസ്താവം മാറ്റിവെച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ചയാകും ഇത് സംബന്ധിച്ച വിധി പ്രഖ്യാപനം ഉണ്ടാവുക. നേരത്തെ രാജ്യാന്തര കായിക തർക്കപരിഹാര കോടതി ഒളിമ്പിക്സ് മത്സരങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ഇത് സംബന്ധിച്ച വിധി പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഏതെങ്കിലും കാരണങ്ങൾ പറയാതെ തന്നെ ഈ വിധി പ്രസ്താവം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇതിനു മുമ്പ് ഇരുവിഭാഗങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട രേഖകൾ അടക്കം ഹാജരാക്കാനുണ്ടെങ്കിൽ ഹാജരാക്കാം എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അവസാന മത്സരത്തിൽ, അതായത് ഫൈനലിൽ സ്വർണ്ണ പോരാട്ടത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ ഭാരപരിശോധനയിലാണ് 50 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കേണ്ടിയിരുന്ന വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത്. 100 ഗ്രാം ഭാരം ആയിരുന്നു കൂടുതലായി കണ്ടെത്തിയത്. ഇതിനെതിരെ ഒളിമ്പിക്സ് സമിതിയെ, ഒളിമ്പിക്സ് കമ്മിറ്റിയെ സമീപിച്ചുവെങ്കിൽ പോലും അവിടെ നിന്ന് അനുകൂലമായ ഫലം ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് അന്താരാഷ്ട്ര കായിക തർക്കപരിഹാര കോടതിയെ വിനേഷ് ഫോഗട്ട് സമീപിച്ചത്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനും വിനേഷിനൊപ്പം ചേരുകയും ചെയ്തിരുന്നു. അതേസമയം അന്താരാഷ്ട്ര ഗവേണിംഗ് ബോഡിയായ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുമാണ് എതിർഭാഗത്തുള്ളത്. ഈ കക്ഷികളോട് ആണ് പ്രധാനപ്പെട്ട രേഖകൾ എന്തെങ്കിലും ഹാജരാക്കാനുണ്ടെങ്കിൽ ഹാജരാക്കാം എന്നുകൂടി പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വിധിപ്രസ്താവം ഉണ്ടാകും, അതായത് രാത്രി 9:30 വിധിപ്രസ്താവം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ വീണ്ടും തർക്കപരിഹാര കോടതി ഇത് മാറ്റിവെക്കുമ്പോൾ ഏറെ സങ്കീർണമാകുന്നു ഈ വിധിപ്രസ്താവം എന്നാണ് നമുക്ക് ഈ നിമിഷം മനസ്സിലാക്കേണ്ടി വരുന്നത്.